പരിശുദ്ധമായ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം. പുന്നക്കൽ ജുവലേഴ്സ്, ആലപ്പുഴ, എരമല്ലൂർ, തുറവൂർ, വൈക്കം. ചിത്രരചനയിൽ വ്യത്യസ്തമായ മാധ്യമവുമായി വത്സല മേനോൻ. അമേരിക്കൻ രാജ്യങ്ങളിൽ സുപരിചിതവും എന്നാൽ ഇന്ത്യയിൽ പരിചിതമല്ലാത്ത കോൾഡ് വാക്സ് എന്ന മാധ്യമവുമായി വത്സല മേനോന്റെ സ്ട്രെയിറ്റ് ഫ്രം ദി ഹാർട്ട് എന്ന ചിത്ര പ്രദർശനം ഡേവിഡ് ഹാളിൽ ആരംഭിച്ചു. തേനീച്ച മെഴുകു, സോയ, ആൽക്കൈഡ് റൈസിൻ, ഗന്ധമില്ലാത്ത സ്പിരിറ്റുകൾ കൂടി ചേർന്ന പദാർത്ഥമാണ് കോൾഡ് വാക്സ്. ഈ പദാർത്ഥത്തിൽ ഓയിൽ പെയിന്റിംഗ് കലർത്തിയാണ് ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന മീഡിയം തയ്യാറാക്കുന്നത്. ചിത്രരചന ചെയ്യുന്ന ക്യാൻവാസിനും പ്രത്യേകതയുണ്ട്. ഗസോ എന്ന വെള്ള പ്രൈമർ പൂശിയ മലപ്പലകയാണ് ഈ ചിത്രരചനകൾക്ക് ക്യാൻവാസായി ഉപയോഗിക്കുന്നത്. അബ്സ്ട്രാക്ട് ശൈലിയിൽ വരച്ച 22 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ചെറുപ്പം മുതൽ വരയ്ക്കാൻ ഇഷ്ടമായിരുന്നുവെങ്കിലും മാതാപിതാക്കളുടെ പിന്തുണ കിട്ടിയിരുന്നില്ല. ചെന്നൈയിൽ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം വിവാഹിതയായി US-ൽ എത്തിയതിനു ശേഷം ഭർത്താവിന്റെ പിന്തുണയിലാണ് ചിത്രരചന രീതി സ്വായത്തമാക്കിയത്. ഞാൻ പ്രൊഫഷണൽ ആയത് ഏകദേശം 10 കൊല്ലമായി. അതിന് മുമ്പ് ഇങ്ങനെ തുടങ്ങിയ പെട്ടെന്ന് ചെയ്തു. പക്ഷെ പ്രൊഫഷണലായിട്ട് for 10 years. അങ്ങനെയാണ് എനിക്ക് I was able to hold exhibitions, curated exhibitions in America where they don't just pick anybody. To be very honest with you, if your art is good, they don't care about what age they will take that and they will put it in shows and in galleries and people come and see it, and by God's grace I have sold a few, as I said. US-ൽ പ്രചാരത്തിലുള്ള കോൾഡ് വാക്സ് രീതിയിലുള്ള ചിത്രരചനാ രീതിയും പഠിച്ചെടുത്തു. ആക്രിലിക് മീഡിയവും ചിത്രരചനയിൽ ഉപയോഗിക്കാറുണ്ട്. അമേരിക്കയിൽ വാഷിംഗ്ടൺ DC, ചിക്കാഗോ, മെരിലാൻഡ് എന്നിവിടങ്ങളിലും ശ്രീലങ്കയിലുമാണ് ഇതിനു മുമ്പ് പ്രദർശനം നടത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ തന്റെ ആദ്യ ചിത്ര പ്രദർശനമാണ് ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്നതെന്ന് വത്സല മേനോൻ പറഞ്ഞു. ഒരു മിക്സ്ചർ ഓഫ് റെസിൻസ്, ബീസ്വാക്സ്, ആൽക്കൈഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്, ആൻഡ് ബേസിക്കലി വാക്സ്, കോൾഡ് വാക്സ്, അങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്. ബീസ്വാക്സ് ആണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലി വിത്ത് ഓയിൽ പെയിന്റ്സ് ക്യാൻ യു പെയിന്റ് വിത്ത് ദാറ്റ്. വേറെ പെയിന്റ് ലൈക്ക് വാട്ടർ കളർ ഓൺലി ഓയിൽ പെയിന്റ് ആൻഡ് കോൾഡ് വാക്സ്, ആൻഡ് ഇറ്റ് ഇസ് എ യൂണിക് പ്രോസസ്. I can pretty much say David Hall Galleryയിലാണ് the first time I think in India it has been exhibited. I'm fairly confident. This is a new concept even in the US. അമേരിക്കയിൽ ടീ ടെസ്റ്ററായി ജോലി ചെയ്തിരുന്ന ഭർത്താവ് ദേവ് മേനോനുമായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ മൈസൂരിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് ഇവർ. തന്റെ ചിത്രങ്ങളിൽ മൈസൂരിലെ മഞ്ഞ് പെയ്യുന്ന പ്രഭാതങ്ങൾ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ചിത്രകാരി പറയുന്നു. മിസ്റ്റി മോർണിംഗ്, ലിസൺ ടു മൈ ഹാർട്ട്, ലേഡി ഇൻ റെഡ്, കോവിഡ് കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ട്രാപ്ഡ് ഇൻ റിയാലിറ്റി എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ. ചിത്ര പ്രദർശനം 31-ന് അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.